ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദ ടേസ്റ്റ് ഓഫ് കേരളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇഡലി കഴിച്ചു മടുത്തവർക്കും അല്ലെങ്കിൽ ഇഡലി ഇഷ്ടമല്ലാത്തവർക്കും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. ചില്ലി ഇഡലി എന്നാണ് ഈ റെസിപ്പിയുടെ പേര്. അപ്പം നമുക്ക് ചില്ലി ഇഡലി തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ 12 ഇഡലിയാണ് എടുത്തിട്ടുള്ളത്. ഇത് മീഡിയം സൈസ് ഇഡലിയാണ്. പച്ചമുളക് വേണം. ഞാനൊരു 10 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് ഇടുക. കുറച്ച് സ്പ്രിംഗ് ഒനിയൻ വേണം. കറിവേപ്പില ആവശ്യത്തിന്. ഒരു ക്യാപ്സിക്കം വേണം. 3 സവാള വേണം. ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ, സോയാ സോസ് 1 ടേബിൾ സ്പൂൺ, ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ, ചില്ലി ഫ്ലേക്സ് 1 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 3 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ കടുക്. ആദ്യം നമ്മൾ ഇഡലി ചെറിയ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്യണം. ഇപ്പം ഞാൻ ഇഡലി ഫുള്ള് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സവാള സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യാം. ക്യാപ്സിക്കവും സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്യേണ്ടത്. സ്പ്രിംഗ് ഒനിയന് കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുക. പച്ചമുളക് നെടുകെ 2ആയിട്ട് കീറിയിടുക. ഇതിന് ശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. ഇതിൽ നമുക്ക് ഏത് എണ്ണ വേണോ ഉപയോഗിക്കാം. റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ കടുകിടുക. കടുകൊന്ന് പൊട്ടുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉഴുന്ന് പരിപ്പ് കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് കൂടെ ചേർക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒരുപാട് വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് പച്ചമുളകും കൂടി ആഡ് ചെയ്തു. ചില്ലി ഫ്ലേക്സ് ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ആഡ് ചെയ്തു. പച്ചമുളകും ചില്ലി ഫ്ലേക്സും ഒക്കെ ഇടുന്നത് ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചിട്ടാണ്. ഇതൊരു 3 മിനിറ്റ്സ് നമ്മൾ കുക്ക് ചെയ്താൽ മതി. നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം.
ഇഡലിയിൽ ഉപ്പുണ്ട് ആവശ്യം, വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഇഡലി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ്സ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സോസസ് ഒക്കെ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ സോയ സോസ്. ഈ 3 സോസാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത്. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിന് ശേഷം ലാസ്റ്റ് നമ്മൾ സ്പ്രിംഗ് ഓനിയനും കൂടെ ചേർത്ത് കൊടുക്കുന്നു. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നു. ജസ്റ്റ് ഒരു 1 മിനിറ്റ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചില്ലി ഇഡലി തയ്യാറായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കുക. കൂടാതെ പുതിയ റെസിപ്പീസ് ഒക്കെ കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.